ഇനി സെക്കൻഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 20% ഓഫ് ദ ഏരിയ ടു ദ റൈറ്റ് വരുന്ന എക്സ് വാല്യൂ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഗിവൻ ഏരിയ എന്ന് പറയുന്നത് 20% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 20/100. ഓക്കെ, ദാറ്റ് ഈക്വൽസ് 0.2 ആണ്. ഓക്കെ, 0.20. സോ ഇവിടെ നമ്മൾ നേരത്തെ ടു ദ ലെഫ്റ്റ് 15% ചെയ്തതുപോലെ സിമിലർലി ഇവിടെ നമ്മൾ ഒരു നോർമൽ കർവിന് അണ്ടറിൽ നമ്മൾ എക്സ് മാർക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് എക്സിനുള്ള വാല്യൂ ബി എന്നെടുക്കാം. ലെറ്റ് എക്സ് ഈക്വൽസ് ബി. ഓക്കെ, എക്സിന് ബി എന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് 0.2 ആണ് അല്ലേ. അതായത് ആ ഒരു എക്സ് എന്നുള്ളത് ബി എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് 20% എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഈ ബി എന്നൊരു പോയിൻ്റ് വരിക. ഓക്കെ, ഇത് എഗെയിൻ പറയുന്നു, സെഡ് അല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂ ആണ്. ഇവിടെ മറ്റൊരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സെഡ് വാല്യൂ ഇവിടെ വേറെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ബി ആണ് നമുക്ക് എക്സ് ആയിട്ട് ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഈ ബി എന്ന് പറയുന്നത് നമ്മൾ എക്സിന് എക്സ് ഈക്വൽസ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടുവേർഡ്സ് റൈറ്റ് ആണ് 20% ഓഫ് ദ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ 20% എന്നെടുക്കാൻ കാരണം, അതായത് 20% എന്ന് പറയുമ്പോൾ ഇവിടെ 0.2 ഓഫ് ദ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങോട്ട് എടുത്തു. നമ്മൾ നേരത്തെ ഈ ലെഫ്റ്റിലേക്ക് ആ ഒരു 17% ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് 17% എടുക്കാൻ നമ്മൾ റീസൺ പറഞ്ഞിരുന്നു. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് 0.5 ആണ്. അപ്പോൾ അതിലെ ഒരു 0.17 എന്ന് പറയുമ്പോൾ ഈ അറ്റത്തേക്കാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ 20 എന്ന് പറയുന്നത് 0.2 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ ഒരു അറ്റത്തേക്ക് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ 0.2 പറ്റുള്ളൂ. ഇവിടെ നേരെ മറിച്ച് നമുക്ക് ഇപ്പോൾ ഒരു 80% ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, 18% ഏരിയ ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് എവിടെ ആയിരിക്കും വരിക? അത് ഈ ഒരു 0ൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ആ ഒരു 80% ഏരിയൻ്റെ നമ്മളൊരു സി എന്നൊരു പോയിൻ്റാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരിക ടുവേർഡ്സ് റൈറ്റ്. കാരണം ഈ ഒരു റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത് ഓൾറെഡി 50% ആണ്. പിന്നെ ഈ സി മുതൽ 0 വരെ നമുക്ക് ഈ ഒരു ഏരിയ 30 കൂടെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ടോട്ടൽ നമ്മൾ 80% എന്ന രീതിയിൽ എടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് 20% ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്തേക്കുള്ള 20% എടുത്തു. ഓക്കെ, എപ്പോഴും മൈൻഡിലുണ്ടാവുക ഇതിൻ്റെ ടോട്ടൽ 100% ആണ് നോർമൽ കർവിന് അണ്ടറിൽ. അതിൽ ഈ ഒരു സൈഡിലും 50% ആണ്, ഇവിടുന്ന് അങ്ങോട്ടും 50% ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ടോട്ടൽ നമ്മൾ ഈ ഒരു അറ്റം മുതൽ -∞ മുതൽ +∞ വരെ ടോട്ടൽ 100% എന്ന് നമ്മൾ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 20% എന്ന് പറയുമ്പോൾ നമുക്കത് ഈ ഒരു അറ്റത്ത് ഈ ഒരു പോസിറ്റീവ് സൈഡിൽ ഈ ഒരു അറ്റത്താണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡിൽ 17% എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു അറ്റത്തേക്ക് ഇങ്ങോട്ടാണ് 17 എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ടുവേർഡ്സ് റൈറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയാൽ ടുവേർഡ്സ് റൈറ്റ് 80% എന്ന് പറയുകയാണെങ്കിൽ നമ്മളപ്പോൾ നോക്കണം ഇവിടെ 50% വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 30 കൂടെ വന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും ആ ഒരു 80 എന്ന് പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ടോട്ടൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളോട് ടുവേർഡ്സ് ലെഫ്റ്റ് ഒരു 60% എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ടുവേർഡ്സ് ലെഫ്റ്റ് 50 ഉണ്ട്. പിന്നെ ഒരു 10% കൂടെ വേണമെങ്കിൽ നമ്മൾ ആ മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് എന്നിട്ട് ലെഫ്റ്റിലേക്ക് 60% കിട്ടും. അപ്പോൾ അത് നമ്മൾ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലോജിക്ക് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ 20% ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് ഇപ്പോൾ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ബി മാർക്ക് ചെയ്തു, ഇതിൻ്റെ ഇങ്ങോട്ട് 0.2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ടോട്ടൽ 0.5 ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് 0.2 ആണെങ്കിൽ ഈ 0ൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള എക്സ് പോർഷൻ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.3 ആയിരിക്കും അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഈക്വൽസ് 0.5 - 0.2 ദാറ്റ് ഈക്വൽസ്
0.3 നമ്മൾ ഈ എഴുതിയിട്ടുള്ളത് സീറോൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള എക്സ്പോഷൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.3 ആണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ z ടേംസിലേക്ക് മാറ്റുന്നു. സോ നമുക്ക് x ഈക്വൽസ് b ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ z ഈക്വൽസ് b മൈനസ് മ്യൂ ബൈ സിഗ്മ ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് മ്യൂ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ അറിയാം ഈസ് 40 ആൻഡ് സിഗ്മ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, സോ z ഈക്വൽസ് b മൈനസ് 40/10. ഇത് നമുക്ക് ഒരു നമ്മൾ 1 and 2 ഇക്വേഷൻസ് ഓൾറെഡി സെയിം പ്രോബ്ലത്തിൽ എടുത്തിട്ടുണ്ട്. വി ക്യാൻ ടേക്ക് എസ് തേർഡ് ഇക്വേഷൻ. ഓക്കെ, 3 ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ബി കണ്ടുപിടിക്കണമെങ്കിൽ ഈ z വാല്യൂ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു 0.3 എന്ന ഏരിയ വരുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ബി എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്, ഇവിടെ നമുക്കൊരു z വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സീറോൻ്റെയും സെഡിൻ്റെയും ഇടയിലുള്ള ഏരിയ ആണ് 0.3 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ടേബിളിൽ നോക്കിക്കൊണ്ട് നമുക്ക് ഈ z വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ആ z വാല്യൂ കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ബി കിട്ടും. സോ നമുക്ക് ആ 0.3 എന്ന ഏരിയ വരുന്ന z വാല്യൂ നോക്കാം. 0.3 എന്നാണ് നമ്മൾ 0.3000 എന്ന് എടുക്കാം, 4 ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള രീതിയിൽ. ഓക്കെ, സോ ടേബിളിൽ 0.3 അല്ലെങ്കിൽ 0.3000 എന്നതിനോട് നമുക്ക് അടുത്ത് നിൽക്കുന്ന വാല്യൂ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0.3023 ആണ്. ഓക്കെ, സോ ആ ഒരു 0.2023ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ നോക്കുക. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0.8 ആണ്, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 0.05 ആണ്, വിച്ച് മീൻസ് 0.85 ആണ്. ഓക്കെ, 0.85 0.3ക്ക് ഏറ്റവും അതിൻ്റെ z വാല്യൂ കറസ്പോണ്ടിങ് z വാല്യൂ എന്ന് പറയുന്നത് 0.85 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് the approximate table value for 0.3000 is 0.3023. നമ്മളെടുത്ത് 0.2023 ആണ്. ആൻഡ് ഇറ്റ്സ് z വാല്യൂ ഈസ് 0.85. അതിൻ്റെ z വാല്യൂ നമുക്ക് കിട്ടിയത് 0.85 ആണ്. ഓക്കെ, സോ ഈ z ഈക്വൽസ് 0.85 എന്നതിനെ നമ്മൾ ഫോർത്ത് ഇക്വേഷനായി എടുക്കാം. അതായത് നമുക്ക് ഇവിടുത്തെ z എന്ന് പറയുന്നത് 0.85 ആണ്. ഓക്കെ, ഇവിടെ 0.85 ആകുമ്പോഴാണ് ഇവിടെ 0.3യും ഇങ്ങോട്ട് 0.2വും ആ ഒരു ഏരിയ വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷന് from equations 3 and 4 we can write z equals b minus 40/10. So substitute value of z as 0.85. 0.85 equals b minus 40/10. So b minus 40 equals 0.85 into 10. Then b equals 8.5 plus 40, that equals 48.5. ഓക്കെ, സോ ബി ഈക്വൽസ് 48.5 എന്ന് കിട്ടി. അതാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ടുവേർഡ്സ് റൈറ്റ് 20% ഏരിയ വരുന്ന രീതിയിലുള്ള ആ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 48.5 ആണ്. ഓക്കെ, അതായത് എക്സ് 48.5 വരുമ്പോഴാണ് ആൻഡ് ഇവിടെ മീൻ എന്ന് പറയുന്നത് 40യും സിഗ്മ എന്ന് പറയുന്നത് 10ഉം വരുന്ന രീതിയിലാവുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് z എന്ന് പറയുന്നത് 0.85 ആവുകയും ആ ഏരിയ ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുന്നത് 20% ആവുകയും ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എക്സ് വാല്യൂ ആണ് ഈ 48.5 എന്ന് പറയുന്നത്. Therefore the value of x that has 20% of the area to the right
ഈക്വൽസ് 48.5. ഓക്കെ,